മാറി മാറി വരുന്ന സർക്കാരുകളും പരിസ്ഥിതി പ്രവർത്തകരും മലിനജലത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന പരിസര മലിനീകരണത്തെ സംബന്ധിച്ചും വാചാലരാകുമ്പോൾ മർക്കസ് ലക്ഷങ്ങൾ മുടക്കി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കി രാജ്യത്തിന് മാതൃകയായിരിക്കുന്നു. ഉപയോഗിച്ചു കഴിഞ്ഞ ജലത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ശുദ്ധവെള്ളമാക്കിയാണ് പരിസ്ഥിതി പ്രശ്നത്തിന് മർക്കസ് പരിഹാരം കണ്ടെത്തിയത്. പലരും അസാധ്യമെന്ന് കരുതിയത് കാന്തപുരത്തിന്റെ ദീർഘദൃഷ്ടിയിലൂടെ യാഥാർത്ഥ്യമായി. സന്ദർശകർക്ക് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കി. ട്രീറ്റ്മെന്റ് പ്ലാന്റ് സദാ പ്രവർത്തന നിരതമാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഹോസ്റ്റല് കിച്ചണ് അതേമാതിരി ബയോഗ്യാസ് ഇങ്ങനെയുള്ള മുഴുവൻ ഉള്ള വേസ്റ്റ് വാട്ടർ അവിടെ നിന്ന് നേരെ കളക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ ചേംബറിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് ഇവിടെ ഫസ്റ്റ് ഈക്വലൈസേഷൻ ടാങ്കിലേക്ക് എത്തും. ഈക്വലൈസേഷൻ ടാങ്കിൽ നിന്ന് എയറേഷൻ ടാങ്കിലേക്കും അവിടുന്ന് പെരിട്ടറി ടാങ്കിലേക്കും സെക്കൻഡ് ക്ലാരിഫയർ ആണത്. അതുകൂടാതെ ഇതിൽ അവിടെ നിന്ന് കെമിക്കൽസ് ആഡ് ചെയ്യണം. കെമിക്കൽ 4 തരത്തിലുള്ള കെമിക്കൽസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഫെറിക്കാലം, ലൈമ്, സോഡിയം ഹൈപ്പോക്ലോറൈഡ്, സോഡിയം പോളി ഇലക്ട്രോയിൻ. അവിടെ നിന്ന് നേരെ ടെറിട്ടറി ക്ലാരിഫയറിലേക്ക് വരും. ടെറിട്ടറി ക്ലാരിഫയറിന് ക്ലീൻ ചെയ്യാനുള്ള അടിയിലുള്ള സെഡിമെന്റ്സ് കംപ്ലീറ്റ് അടിച്ചിട്ട് അത് വേറെ ഒരു ടാങ്കിലേക്ക് പോയി ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ വെള്ളം ഫീഡ് ടാങ്കിലേക്ക് വരും. ഫീഡ് ടാങ്കിൽ നിന്ന് സാൻഡ് ഫിൽറ്റർ വഴി കലക്ഷൻ ടാങ്കിലേക്ക് വരും. കലക്ഷൻ ടാങ്കിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഫൗണ്ടൈൻ വർക്ക് ചെയ്യുന്നത്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം പകുതി വെള്ളത്തോളം കൃഷിക്കും, ബാക്കിയുള്ളത് ഫ്ലഷ് ടാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫ്ലഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 8 സ്റ്റാഫ് ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ.